നമസ്കാരം. കേരളത്തിന്റെ ഗ്രാമവീഥികളിൽ കണിക്കൊന്നകൾ പൊന്നിൻ നിറം ചാർത്തുമ്പോൾ മലയാളി മനസ്സ് ഒരു പുതിയ പുലരിയെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. വിഷു. അത് വെറും ഒരു ആഘോഷമല്ല, മറിച്ച് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ അടയാളപ്പെടുത്തലാണ്. പുലർച്ചെ കണ്ണു തുറക്കുന്നത് ഐശ്വര്യത്തിന്റെ ആ മഞ്ഞ പൊലിമയിലേക്കാണ്. കണിവെള്ളരിയും വാൽക്കണ്ണാടിയും സ്വർണ്ണവർണ്ണമുള്ള കൊന്നപ്പൂക്കളും ഒരുക്കുന്ന ആ കാഴ്ച വരാനിരിക്കുന്ന ഒരു വർഷം മുഴുവൻ സമൃദ്ധിയുടേതാകും എന്ന ഉറച്ച വിശ്വാസം. കണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നേരെ ക്ഷേത്രമുറ്റത്തേക്ക്. മന്ത്രധ്വനികൾ മുഴങ്ങുന്ന ആ അന്തരീക്ഷത്തിൽ മനസ്സിനെ അർപ്പിച്ച് ഐശ്വര്യത്തിനായി പ്രാർത്ഥിക്കുന്ന നിമിഷം. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ അടുത്തത് വിഷുക്കട്ടയും പായസവും ചേർന്ന പ്രഭാത ഭക്ഷണം. ലളിതമെങ്കിലും ആ രുചിയിൽ മലയാളത്തിന്റെ ഒരു പ്രത്യേക ഗന്ധമുണ്ട്. തിരക്കുകൾക്കിടയിലും തായ്വേരുകളിലേക്കുള്ള മടക്കമാണ് ഈ ദിനം. അകലെയാണെങ്കിലും മാതാപിതാക്കളുടെ അരികിലെത്തി അവരുടെ പാദം തൊട്ട് വന്ദിക്കുന്ന നിമിഷം. ആ കൈകളിൽ നിന്ന് ലഭിക്കുന്ന നാണയത്തുട്ടുകളിൽ, വിഷു കൈനീട്ടത്തിൽ സ്നേഹത്തിന്റെയും സുരക്ഷയുടെയും വലിയൊരു ലോകം ഒളിഞ്ഞിരിപ്പുണ്ട്. സമ്പത്ത് പങ്കുവെക്കാനുള്ള ഒരു പാഠം കൂടിയാണത്. വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം. രാവും പകലും തുല്യമാകുന്ന ഈ ദിനം കാർഷിക സമൃദ്ധിയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന് പുതിയ കൃഷി ഇറക്കാനുള്ള ഊർജം. ചക്കയും മാങ്ങയും അടങ്ങുന്ന വിഷുഫലങ്ങൾ പ്രകൃതി നമുക്കായി കരുതി വെച്ച വിരുന്നാണ്. പടക്കവും ആഘോഷവും വിഷുവിന്റെ ഭാഗമാണ്. തിന്മയുടെ ഇരുളിനെ അകറ്റി വെളിച്ചം നിറയ്ക്കുന്ന കരിമരുന്ന് പ്രയോഗങ്ങൾ, ആകാശത്ത് വിരിയുന്ന വർണ്ണവിസ്മയങ്ങളും നാട്ടിടവഴികളിൽ മുഴങ്ങുന്ന പടക്കാരവങ്ങളും ഈ ഉത്സവത്തിന്റെ ആവേശം വാനോളം ഉയർത്തുന്നു. അവസാനം രുചിക്കൂട്ടുകളുടെ മേളം. വിഷുസദ്യ. കയ്പും പുളിയും മധുരവും ഒരുപോലെ ചേരുന്ന വിഭവങ്ങൾ. മാമ്പഴ പുളിശ്ശേരിയുടെയും അടപ്രഥമന്റെയും രുചിയിൽ പ്രിയപ്പെട്ടവർക്കൊപ്പം ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന ആ സദ്യ സ്നേഹത്തിന്റെ വലിയൊരു വിരുന്നായി മാറുന്നു. ഓരോ വിഷുവും ഒരു പുതിയ തുടക്കമാണ്. കയ്പും മധുരവും നിറഞ്ഞ ജീവിതയാത്രയിൽ പ്രതീക്ഷയുടെ പൊൻവെളിച്ചം പകരുന്ന മലയാളി മനസ്സിന്റെ ഉത്സവകാലം. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും 1000 വിഷു ആശംസകൾ.